വാർത്തകൾ തുടരുന്നു. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുൻ മന്ത്രിയും കോൺഗ്രസ് നേതാവുമായ VS ശിവകുമാറിന് ക്ലീൻ ചിറ്റ്. ശിവകുമാർ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചിട്ടില്ലെന്നാണ് വിജിലൻസ് കണ്ടെത്തൽ. വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നു. റിയാസ്, ശിവകുമാറിന് ക്ലീൻ ചിറ്റ് ലഭിച്ചിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? 2011 മുതൽ 2016 വരെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്നു VS ശിവകുമാർ. കോൺഗ്രസ് നേതാവ് കൂടിയായിട്ടുള്ള VS ശിവകുമാർ ഈ കാലയളവിൽ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു എന്നുള്ളതാണ് കേസ്. തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ആശുപത്രിയുടെ ഉടമസ്ഥാവകാശം ബിനാമിയിലൂടെ ശിവകുമാർ നേടിയെടുത്തു എന്നും ഇക്കാലയളവിൽ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു എന്നുമാണ് കേസുണ്ടായിരുന്നത്. 2020 ഈ കേസിൽ VS ശിവകുമാറിനെ ഒന്നാം പ്രതിയാക്കി വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. ഈ കേസിലാണ് വിജിലൻസ് അന്വേഷണത്തെ തുടർന്ന് ഇപ്പോൾ ക്ലീൻ ചിറ്റ് അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത്. വിജിലൻസ് സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിലാണ് VS ശിവകുമാർ ഇക്കാലയളവിൽ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചിട്ടില്ല എന്നുള്ള ഒരു വിവരം നൽകിയിട്ടുള്ളത്. അതേസമയം തന്നെ VS ശിവകുമാറിന്റെ ഡ്രൈവറായിരുന്ന ഷൈജു ഹരൻ, ഒപ്പം തന്നെ ഷൈജു P ഹരൻ, കൂടാതെ ഈ അടുപ്പക്കാരായിട്ടുള്ള രാജേന്ദ്രൻ, അഡ്വക്കേറ്റ് ഹരികുമാർ, VS ശിവകുമാറിന്റെ അടുപ്പക്കാരായിട്ടുള്ള രാജേന്ദ്രൻ, ഹരികുമാർ എന്നിവർ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ട്, വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ട് എന്നുകൂടി ഈ വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇതിൽ ഷൈജു P ഹരൻ VS ശിവകുമാറിന്റെ ഡ്രൈവറായിരുന്നു. ആ ഒരു സാഹചര്യം എന്ന് പറയുന്ന ആരോഗ്യമന്ത്രിയുടെ ഡ്രൈവർ എന്ന് പറയുന്നത് നമുക്കറിയാം, അത് സർക്കാരിന്റെ ജീവനക്കാരനാണ്. അതുകൊണ്ട് തന്നെ ഈ ഷൈജു P ഹരനെ പ്രോസിക്യൂട്ട് ചെയ്യണമെങ്കിൽ സർക്കാർ അനുമതി ആവശ്യമാണ്. വിജിലൻസ് ഈ റിപ്പോർട്ടിൽ സർക്കാരിന്റെ അനുമതി കൂടി, ഈ ഷൈജു P ഹരനെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി കൂടി തേടിയിട്ടുണ്ട്. കൂടാതെ മറ്റു രണ്ടുപേർ, ഈ നേരത്തെ പറഞ്ഞതുപോലെ രാജേന്ദ്രൻ, ഒപ്പം തന്നെ അഡ്വക്കേറ്റ് ഹരികുമാർ എന്നിവർക്കെതിരെ ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണത്തിനും വിജിലൻസ് ശുപാർശ ചെയ്തിട്ടുണ്ട്. അതേസമയം VS ശിവകുമാറിനെ സംബന്ധിച്ച് ഏറെ ആശ്വാസകരമാണ് ഈ ഒരു ഘട്ടത്തിൽ ക്ലീൻ ചിറ്റ് ലഭിച്ചു എന്നുള്ളത്. വിജിലൻസിന്റെ ക്ലീൻ ചിറ്റ് സർക്കാരിലേക്ക് പോയി എന്നുള്ളത് VS ശിവകുമാറിനെ സംബന്ധിച്ച് ഏറെ ആശ്വാസമാണ്.